എന്താ മണം. മാങ്ങാച്ചാർ ഉണ്ടാക്കിയോ ഓണത്തിനായിട്ട്? ഇല്ലെങ്കിൽ വന്നോളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന അച്ചാറാണ്. ഒരു 1/2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഒട്ടും പഴുപ്പില്ലാത്ത നല്ല മൂത്ത പച്ചമാങ്ങയാണ്. അത് നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശമില്ലാതെ വേണം എടുക്കാനായിട്ട്. ആദ്യം ഒരു തുണി കൊണ്ട് തുടച്ച് വീണ്ടും ഒരു ഉണങ്ങിയ തുണി കൊണ്ടുകൂടെ തുടച്ചു കൊടുക്കാവേ. ഇത് നീളത്തിൽ കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പൊ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പെങ്കിൽ സാധാരണ ഉപ്പായാലും മതി. സാധാരണ ഉപ്പാണെങ്കിൽ ഇത്ര വേണ്ട കേട്ടോ. 1/4 കപ്പിന്റെ ഒരു 3/4 ഭാഗമൊക്കെ എടുക്കാം. ഉപ്പിട്ടതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇത് നമുക്ക് ഓവർനൈറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പൊ മാങ്ങയെന്നും ഉപ്പെന്നും ഒക്കെ ഉള്ള വെള്ളം ഇറങ്ങി നല്ല ടേസ്റ്റുള്ള ഒരു വെള്ളം കിട്ടുവേ. സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണേ. ഇപ്പൊ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമ്മളിത് തുറന്നു നോക്കുമ്പോൾ ഇതിൽ നന്നായിട്ടൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. അതവിടെ അരിപ്പയിൽ ഇരുന്നോട്ടെ. ഈ വെള്ളവും നമുക്ക് മാറ്റി വെച്ചേക്കാം. അച്ചാറിലേക്ക് ആവശ്യമുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ നല്ലതും ചീത്തയാവാതെ ഇരിക്കുന്നതും നല്ലെണ്ണ എടുക്കുന്നതാണ്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഇഞ്ചി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 20 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. മുറിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ചേർത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 or 6 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇനി നിറയെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഒരു വീക്ക്നെസ് ആണല്ലേ, എനിക്ക് അങ്ങനെയാണ്. ഇനി അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും ഒക്കെ നിറം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ മതിയാകും, അധികം വേണ്ട. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂണൊക്കെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിട്ട ഉടനെ എല്ലായിടത്തും അങ്ങ് ഇളക്കുമ്പോഴത്തേക്കും മുളക് പൊടിയുടെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കോളും. തീ ഓഫാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിയാണ് ചേർക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതിന്നൊരു 1/2 ടീസ്പൂൺ എടുത്തിരുന്നാൽ മതി. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച വെള്ളമില്ലേ, അതൊഴിച്ചു കൊടുക്കാം. മാങ്ങയുടെ വെള്ളം അതൊഴിച്ച് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. കാരണം പെട്ടെന്നൊക്കെ എടുത്ത് തീർക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചേർത്താലൊരു സ്വാദാണേ. അല്ലെങ്കിൽ പകരം നാരങ്ങ നീര് ചേർത്തിരുന്നാലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് തിളപ്പിച്ചിരുന്നാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ പുളിയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. എങ്കിലേ ആ അച്ചാറിന്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഒന്നുകിൽ പുളി ഇങ്ങനെ മുന്നിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒരു എരിവ് കുത്തുന്ന പോലെ ഒക്കെ തോന്നും നമുക്ക്. പക്ഷെ ഇതുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ബാലൻസ് ചെയ്തോളും. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഒന്ന് വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരിച്ചു വെച്ചിട്ടില്ലേ അത്. തീ കത്തിച്ചിട്ട് ഇടുന്ന സമയത്ത് മാങ്ങ ഒന്ന് വെന്തു പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു ക്രഞ്ചിനെസ്സോട് കൂടി നമുക്ക് മാങ്ങ അച്ചാർ കഴിക്കാനായിട്ട് കിട്ടില്ല. കഴിഞ്ഞ പരിപാടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കാം. അടയ്ക്കുമ്പോൾ പേപ്പർ എന്തെങ്കിലും ഇട്ട് വേണം അടയ്ക്കാനായിട്ട്. പ്ലേറ്റ് വെച്ചൊന്നും അടയ്ക്കരുത്. ആവിവെള്ളം ഒട്ടും വീഴാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. എപ്പോഴും അച്ചാറൊക്കെ ഗ്ലാസ് ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇതിപ്പം ഒരുപാട് ചാറൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിൽ ചാറ് വന്നോളൂ. ഈ എടുക്കുന്ന കുപ്പിയിൽ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവരുത്. നമ്മൾ എത്രത്തോളം സൂക്ഷിച്ച് ഉപയോഗിക്കുന്നോ അത്ര കാലം നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാം. നമ്മൾ എടുക്കുന്ന സമയത്താണേലും നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്. എടുത്തതിന് ശേഷം ഉടനെ തന്നെ അടച്ചു വെക്കണം. അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഓണത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ വിളമ്പാം. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.